ഓക്കെ. സോ നമ്മള് കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഡൈനാമിക് ലിസ്റ്റ് എങ്ങനെ കൊണ്ടുവന്നു ചെയ്തായിരുന്നു. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇതിനകത്ത് നമ്മള് റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എക്സ്പെക്ടഡ് ട്രിപ്പിൾ ഈക്വൽ ടു ആൻഡ് ഇൻസ്റ്റെഡ് ഓർ ഡബിൾ ഈക്വൽ ടു ഇത് ആക്ച്വലി വാർണിംഗ് ആണ്. ഓക്കെ. ഇവിടെ ടാബ് ബട്ടണിനകത്ത് നമ്മളിവിടെ ഈ സെലക്ടഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് കണ്ടന്റ് ഇവിടെ ഡബിൾ ഈക്വൽ ടുവിന് പകരം നമ്മളിവിടെ ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കും. ഡബിൾ ഈക്വൽ ടു കൊടുക്കുക, ട്രിപ്പിൾ ഈക്വൽ ടു കൊടുക്കുക, ഏത് വേണമെങ്കിലും കൊടുക്കുക. പക്ഷേ ഡബിൾ ഈക്വൽ ടു കൊടുക്കുമ്പോൾ നമ്മൾ വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആ ഡേറ്റയുടെ ടൈപ്പ്. ഓക്കെ, ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അതാണ് ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്. സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാർണിംഗ് ഒഴിവാക്കാം. ഓക്കെ. ഇനി അടുത്ത നമ്മൾ ഇവിടെ നേരത്തെ ഇവിടെ ഡൈനാമിക് ലിസ്റ്റിൽ നമ്മളിവിടെ ചെയ്തപ്പോൾ ഇത് ഓക്കെ, ഇവിടെ നമുക്കൊരു വാർണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കാണിക്കും. കൺസോളിനകത്ത്, ബ്രൗസർ കൺസോളിനകത്ത് ഇവിടെ ഒരു വാർണിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈച്ച് ചൈൽഡ് ഇൻ എ ലിസ്റ്റ് ഷുഡ് ഹാവ് എ യൂണിക് കീ പ്രോപ്പ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ യൂണിക് കീ വേണം നമ്മൾ ഇങ്ങനൊരു മാപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, ആക്ച്വലി ഒരു എറർ അല്ല, പക്ഷെ ഓരോ എലമെന്റിനും അതിൻ്റെതായ ഒരു യൂണിക് കീ നമ്മളിവിടെ കൊടുക്കണം. അപ്പൊ നമ്മളിവിടെ കീ എന്ന് പറയുന്നത് കീ ഈക്വൽ ടു എന്ന് പറയുന്നത് കീ എന്ന് പറയുന്നത് ആക്ച്വലി റിയാക്ടിന്റെ ഇൻബിൽഡ് ആട്രിബ്യൂട്ട് ആണ്. നമ്മൾ കീ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ എലമെന്റ് ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, ഓരോ എലമെന്റ് വരുമ്പോൾ അതിന്റെ ടൈറ്റിൽ ആയിരിക്കും നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ സേവ് ചെയ്ത് വയ്ക്കും. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ വാർണിംഗ് പോയി. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമ്മളിവിടെ യൂസ് സ്റ്റേറ്റിനകത്ത് യൂസ് സ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ യൂസ് സ്റ്റേറ്റിനകത്ത് നമ്മൾ പല ടൈപ്പുള്ള വാല്യൂസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്ട്രിങ് എടുക്കാം, നമ്പർ എടുക്കാം, ബൂളിയൻ എടുക്കാം. സോ നമുക്ക് ഒബ്ജക്റ്റിന്റെ കേസും വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ഒബ്ജക്റ്റ് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാർ എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ വേരിയബിളും സെറ്റ് കാർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേരിയബിൾ ആണ് സെറ്റ് കാർ എന്ന് പറയുന്നത്. സോ ഈ കാറിനകത്ത് നമുക്ക് ബ്രാൻഡ് ഉണ്ട്, മോഡൽ ഉണ്ട്, ഇയർ ഉണ്ട്, കളർ ഉണ്ട്. സപ്പോസ് എനിക്ക് കളർ മാത്രം അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, കളർ റെഡ് മാറ്റിയിട്ട് എനിക്ക് ബ്ലൂ ആക്കണം. അതാണ് ഇനിയിപ്പോ അടുത്തത് പറയാൻ പോകുന്നത്. സോ ഈ കളർ ബ്ലൂ ആക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യും, ഈ സെറ്റ് കാർ എടുത്തിട്ട് നമ്മൾ സെറ്റ് കാർ ഫംഗ്ഷന്റെ അകത്ത് നമ്മളിവിടെ ബ്രാൻഡ്, ഇവിടെ കളർ എന്ന് പറഞ്ഞ് ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുക്കുമായിരിക്കും. അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ബ്രാൻഡ്, മോഡൽ, ഇയർ ഇതൊക്കെ എല്ലാം പോയിട്ട് പുതിയൊരു ഒബ്ജക്റ്റ് ആയിരിക്കും അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കളർ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ബാക്കി ബ്രാൻഡ്, മോഡൽ, ഇയർ ഒക്കെ എല്ലാം പോകും. സോ നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. സോ സ്പ്രെഡ് ഓപ്പറേറ്റർ നമ്മൾ റിയാക്ടിൽ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് കളർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് സെറ്റ് കാർ. ഓക്കെ, സെറ്റ് കാർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ വേരിയബിൾ ആണ്. ആ ഫംഗ്ഷനകത്ത് നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുക. പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആരോ ഫംഗ്ഷന് കൊടുത്തിട്ട് റിട്ടേൺ ഡോട്ട് ഡോട്ട് പ്രീവിയസ് സ്റ്റേറ്റ്. ഓക്കെ, സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് പ്രീവിയസ് സ്റ്റേറ്റ് ഈ ഒബ്ജക്റ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും ഇവിടെ കൊണ്ടുവരും. കോമ ഇട്ട് കഴിഞ്ഞിട്ട് കളർ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എലമെന്റ്സ് ബ്രാൻഡ്, മോഡൽ, ഇയർ അത് മാത്രം എടുത്തോണ്ട് വന്നിട്ട് ബാക്കി കളർ മാത്രം നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. സോ ഇതാണ് നമ്മൾ ഒബ്ജക്റ്റ് എങ്ങനെ നമ്മൾ യൂസ് സ്റ്റേറ്റിനകത്തോട്ട് ഡിക്ലെയർ ചെയ്യുന്നത്, അതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റിയാക്ട് ജെഎസിന്റെ ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തത്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കും. ഓക്കെ, ഒരുപാട് നമ്മൾ റിയാക്ട് ഹൂക്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് തന്നെ നമുക്ക് സ്റ്റേറ്റ് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട്
കാര്യങ്ങൾ നമ്മൾ സ്റ്റേജ് 2 നോക്കും. സ്റ്റേജ് 1 നമ്മൾ എങ്ങനെ നമ്മൾ റിയാക്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആപ്പ് ഡോട്ട് ജെഎസ് അങ്ങനെ ഡിഫറെന്റ് കോമ്പോണൻസ് കസ്റ്റം കോമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേറൊരു കോമ്പോണന്റിനകത്തോട്ട് ഡിക്ലെയർ ചെയ്തു. യൂസ് സ്റ്റേറ്റ് ഫസ്റ്റ് റിയാക്ട് ഹൂക്കിന്റെ ഫസ്റ്റ് ആണ് നമ്മൾ പഠിച്ച യൂസ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ഹൂക്സ് നമ്മൾ ഇനി അടുത്ത സ്റ്റേജിൽ പഠിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത് എല്ലാം നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ.